Hi all, welcome back to my channel Microbiology Noor Microtech. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് മെഡിക്കൽ പാരസിറ്റോളജി. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ഓർഗാനിസംസ് ദാറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ അനദർ ഓർഗാനിസം ഫോർ ഇറ്റ്സ് സർവൈവൽ. അതായത് ഒരു ഓർഗാനിസം എന്ത് ചെയ്യുന്നു, മറ്റൊരു ഓർഗാനിസത്തിനെ ആ ഒരു ഓർഗാനിസത്തിൻ്റെ സർവൈവലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നു. ഏത് ഓർഗാനിസത്തിനെയാണോ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഹോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു ഓർഗാനിസം അതിൻ്റെ സർവൈവലിന് വേണ്ടി മറ്റൊരു ഓർഗാനിസത്തിനെ, അതായത് ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അതിന് നമ്മൾ ആ ഒരു ഓർഗാനിസം നമ്മൾ പാരസൈറ്റ് എന്ന് വിളിക്കുന്നു. ഇനി പാരസിറ്റോളജി, ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് പാരസൈറ്റ്. പാരസൈറ്റിൻ്റെ സ്റ്റഡിയുമായിട്ട് ഡീൽ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിനെ നമ്മൾ പാരസിറ്റോളജി എന്ന് വിളിക്കുന്നു. അതിൽ വരുന്നതാണ് മെഡിക്കൽ പാരസിറ്റോളജി. സ്റ്റഡി ഓഫ് പാരസൈറ്റ് ആണ്, അതായത് ഏത് പാരസൈറ്റ് ആണോ ഇൻഫെക്റ്റ് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു ഡിസീസ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്, അതിൻ്റെ സ്റ്റഡിയെ നമ്മൾ മെഡിക്കൽ പാരസിറ്റോളജി എന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു ഏത് ഓർഗാനിസത്തിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനെ നമ്മൾ ഹോസ്റ്റ് എന്ന് വിളിച്ചു. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഓർഗാനിസം ദാറ്റ് ഹാർബർ അനദർ ഓർഗാനിസം ഇൻസൈഡ് ഓർ നിയർ ദ ബോഡി ഇൻ എ സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. അതായത് ഈ ഓർഗാനിസം എന്ത് ചെയ്യുന്നു, മറ്റൊരു ഓർഗാനിസിനെ അതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ നിയർ ദ ബോഡിയിലോ നിലനിർത്തുന്നു ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് വഴി. ഓക്കെ, അതിനെ നമ്മൾ ഹോസ്റ്റ് എന്ന് വിളിച്ചു. ഇനി അടുത്തതാണ് ഹോസ്റ്റ് പാരാസൈറ്റ് റിലേഷൻഷിപ്പ്. സിംബയോൺസ്. സിംബയോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഒരുപാട് ടേംസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ സിംബയോൺസ് എന്ന് പറഞ്ഞാൽ എന്താ, ഓർഗാനിസംസ് ലിവിങ് ടുഗദർ. സിംബയോസിസോ ദ അസോസിയേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഓഫ് 2 or more ഓർഗാനിസംസ് ലിവിങ് ടുഗദർ. ആ ഒരു ലിവിങ് ടുഗദറിൻ്റെ ആ ഒരു അസോസിയേഷനാണ് സിംബയോസിസ് എന്ന് വിളിക്കുന്നത്. ഇനി സിംബയോട്ടിക് റിലേഷൻഷിപ്പ് 3 ടൈപ്പിലാണ് ഉള്ളത്: മ്യൂച്വലിസം, കമൻസലിസം ആൻഡ് പാരാസൈറ്റിസം. അതിൽ ഫസ്റ്റ് വൺ മ്യൂച്വലിസം. മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more ഓർഗാനിസംസ് വെൻ ബോത്ത് ഹോസ്റ്റ് ആൻഡ് ദി ഓർഗാനിസം ബെനിഫിറ്റ് ഫ്രം വൺ അനദർ. അതായത് ഇവിടെ ഒരു ഓർഗാനിസം, അതായത് പാരസൈറ്റ് ആണ് ഓർഗാനിസം എന്ന് പറയുന്നത്. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെ ഏതിൻ്റെ ശരീരത്തിലാണോ അതുള്ളത് അതിനെ നമ്മൾ ഹോസ്റ്റ് എന്ന് വിളിച്ചു. അതിൻ്റെ ഇൻ ദ ബോഡി അല്ലെങ്കിൽ നിയർ ദ ബോഡി ഓഫ് ദി ഹോസ്റ്റിലായിരിക്കും ഈ പാരസൈറ്റ് കാണും. അപ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പിൽ ബോത്ത് ഓഫ് ദം ബെനിഫിറ്റ് ഫ്രം ഈച്ച് അതർ, അവർക്ക് 2 പേർക്കും ബെനിഫിറ്റ് കിട്ടുന്ന കേസിനെ നമ്മൾ മ്യൂച്വലിസം എന്ന് വിളിക്കുന്നു. അതിന് എക്സാമ്പിളാണ് ഫ്ലാജെലേറ്റ്സ് ഇൻസൈഡ് ദി ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് ടെർമൈറ്റ്സ്. ഓക്കെ, ഇതാണ് മ്യൂച്വലിസം. ഇനി കമൻസലിസം എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസം ബെനിഫിറ്റ് ചെയ്യുന്നു ബട്ട് ദർ ഇസ് നോ ബെനിഫിഷ്യൽ ഓർ ഹാംഫുൾ എഫക്റ്റ് ടു ദി ഹോസ്റ്റ്. ആ ഓർഗാനിസത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ബെനിഫിറ്റ് ആയിട്ടുള്ളതാണ് കിട്ടുന്നത്, പക്ഷേ ആ ഒരു ഹോസ്റ്റിന് ബെനിഫിറ്റും ഇല്ല ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റും ഇല്ല, രണ്ടുമില്ല. ഓക്കെ, അതിന് എക്സാമ്പിളാണ് എൻഡമീബ കൊലൈ ഇൻ ദ ഇൻറ്റസ്റ്റൈനൽ ലൂമൻ ഓഫ് ഹ്യൂമൻ. ഇനി മൂന്നാമത്തെയാണ് പാരാസൈറ്റിസം. വൺ സ്പീഷീസ്, അതായത് ഒരു മൈക്രോബ് ആയിരിക്കട്ടെ, അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് പക്ഷേ ആ ഹോസ്റ്റിന് ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റാണ് അവിടെ കിട്ടുന്നത്. എൻഡമീബ ഹിസ്റ്റോലൈറ്റിക്ക ഡിറൈവ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ഫ്രം ദ ഹ്യൂമൻ ഹോസ്റ്റ് കോസ് ചെയ്യുന്നത് ഇൻറ്റസ്റ്റൈനൽ അൾസർ ആൻഡ് ഡിസെൻട്രി. ഓക്കെ, ഇനി അടുത്തത് ടൈപ്സ് ഓഫ് പാരാസൈറ്റ്. ടൈപ്സ് ഓഫ് പാരാസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ആണെങ്കിൽ എക്ടോപാരാസൈറ്റ് ഉണ്ട്. എക്ടോപാരാസൈറ്റ് ഒരു പാരാസിറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ലിവ് ചെയ്യുന്നത് ഔട്ടർ സർഫസ് ഓഫ് ഇറ്റ്സ് ഹോസ്റ്റിൻ്റെ ഔട്ടർ സർഫസിലായിരിക്കും. ലൈസ്, ടിക്സ്, മൈറ്റ്സ് ഒക്കെയാണ് എക്സാമ്പിൾ. അടുത്തത് എൻഡോപാരാസൈറ്റ്, ദ പാരാസൈറ്റ് ദാറ്റ് ലീവ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ദെയർ ഹോസ്റ്റ്. എക്സാമ്പിളാണ് എൻഡമീബ ഹിസ്റ്റോലൈറ്റിക്ക. ഹോസ്റ്റിൻ്റെ ബോഡിയുടെ ഔട്ട്സൈഡ് കാണുകയാണെങ്കിൽ എക്ടോപാരാസൈറ്റ്, ഇൻസൈഡ് ദ ബോഡി ഓഫ് ഹോസ്റ്റ് ആണെങ്കിൽ എൻഡോപാരാസൈറ്റ്. ദ പ്രസൻസ് ഓഫ് എക്ടോപാരാസൈറ്റിനെ നമ്മൾ ഇൻഫെസ്റ്റേഷൻ എന്നും ദ പ്രസൻസ് ഓഫ് എൻഡോപാരാസൈറ്റ് നമ്മൾ ഇൻഫെക്ഷൻ എന്നുമാണ് വിളിക്കുന്നത്.
Okay, infestation and infection. Next, based on the need of host. അത് നമ്മൾ ടൈപ്സ് ഓഫ് പാരാസൈറ്റ് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ പറഞ്ഞു. അടുത്തതാണ് ബേസ്ഡ് ഓൺ ദ നീഡ് ഓഫ് ഹോസ്റ്റ്. ഒബ്ലിഗേറ്റ് പാരാസൈറ്റ്. ടൈപ്സ് ഓഫ് പാരാസൈറ്റ് ആണ് ഒബ്ലിഗേറ്റ് പാരാസൈറ്റ്, കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ ദ ഹോസ്റ്റ് ഡ്യൂറിങ് സെഗ്മെൻറ്റ് ഓർ ഓൾ ഓഫ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് പാരാസൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഹോസ്റ്റിൽ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ ദി ഹോസ്റ്റാണ്. അതിൻ്റെ സെഗ്മെൻറ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പ്ലാസ്മോഡിയം സ്പീഷീസ്. അടുത്ത പാരാസൈറ്റ് ആണ് ഫാക്കൽറ്റേറ്റീവ് ആയിട്ടുള്ള പാരാസൈറ്റ്. They exhibit both parasitic and non-parasitic mode of living. അവർക്ക് പാരാസിറ്റിക് മോഡ് ഓഫ് ലിവിങ് ഉണ്ട്, നോൺ പാരാസിറ്റിക് ആയിട്ടുള്ള മോഡ് ഓഫ് ലിവിങ് ഉണ്ട്. അതായത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ ദ പാരാസിറ്റിക് വേ ഓഫ് ലൈഫ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ദേ ആർ ക്യാപ്പബിൾ ഓഫ് അഡാപ്റ്റിംഗ് ടു പാരാസിറ്റിക് ലൈഫ്. അതായത് ഒരു ഹോസ്റ്റിൻ്റെ മുകളിൽ അവരെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അവിടെ ക്യാപ്പബിൾ ഓഫ് അഡാപ്റ്റിംഗ് ആണ്. എന്നാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹോസ്റ്റ് ഡിപ്പെൻഡൻറ്റും അല്ല. അങ്ങനത്തെ ഒരു കേസിനെ നമ്മൾ ഫാക്കൽറ്റേറ്റീവ് ആയിട്ടുള്ള പാരാസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ദേ ക്യാൻ എക്സിബിറ്റ് ബോത്ത് പാരാസിറ്റിക് ആൻഡ് നോൺ പാരാസിറ്റിക് ആയിട്ടുള്ള മോഡ് ഓഫ് ലിവിങ്. അതിന് എക്സാമ്പിളാണ് സ്ട്രോഞ്ചിലോയിഡീസ് സ്റ്റെർക്കോറാലിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതർ ടൈപ്സ് ഓഫ് പാരാസൈറ്റ്സ് നോക്കാം. ആക്സിഡൻ്റൽ ഓർ ഇൻസിഡൻ്റൽ പാരാസൈറ്റ്സ് ഉണ്ട്. ഈ പാരാസൈറ്റ് അറ്റാക്ക് ചെയ്യുന്നു അൺനാച്ചുറൽ ആയിട്ടുള്ള ഹോസ്റ്റിനെ, എന്നിട്ട് സർവൈവ് ചെയ്യുന്നു. പക്ഷെ അവിടെ അവരുടെ ലൈഫ് സൈക്കിൾ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാം, ചിലപ്പോൾ അവർ മേ നോട്ട് കംപ്ലീറ്റ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. എക്കിനോകോക്കസ് ഗ്രാനുലോസസ് ആക്സിഡൻ്റലി ഇൻഫെക്ട്സ് ഹ്യൂമൻ ഹോസ്റ്റ്. എറാറ്റിക് ഓർ അബറൻറ്റ് പാരാസൈറ്റ്. ദ പാരാസൈറ്റ് ഈ പാരാസൈറ്റ് എന്ത് ചെയ്യുന്നു, വാണ്ടർ ചെയ്യുന്നു ഓർഗനിലോട്ട് ഇൻ വിച്ച് ഇറ്റ് ഈസ് യൂഷ്വലി നോട്ട് ഫൗണ്ട്. അതായത് യൂഷ്വലി അവർ കാണാത്തൊരു ഓർഗനിലോട്ട് വാണ്ടർ ചെയ്ത് പോകുന്നു. അതായത് എക്സാമ്പിൾ എൻഡമീബ ഇസ്റ്റൊലേറ്റിക്ക യൂഷ്വലി ഫൗണ്ട് ഇൻ കോളൻ ബട്ട് മേ റീച്ച് ടു ലിവർ ഓർ ലങ്സ്. യൂഷ്വലി കോളനിലാണ് കാണുന്നത്, പക്ഷെ അവർ എന്ത് ചെയ്യാറുണ്ട്, ലിവറിലോട്ടോ ലങ്സിലോട്ടോ ഒക്കെ എത്താറുണ്ട്. അത്തരത്തിലുള്ള പാരാസൈറ്റ്സ് ആണ് എറാറ്റിക് ഓർ അബറൻറ്റ് പാരാസൈറ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ ടെമ്പററി ഓർ ഇൻ്റർമീഡിയറ്റ് പാരാസൈറ്റ്. ഇവർ വിസിറ്റ് ചെയ്യുന്നു ഹോസ്റ്റിനെ ഫ്രം ടൈം ടു ടൈം ഫോർ ഫീഡിങ്. അതായത് അവർ എപ്പോഴും അങ്ങനെ ഹോസ്റ്റിൽ ഉണ്ടാവില്ല, പക്ഷേ ഹോസ്റ്റിലോട്ട് അവർ പോകുന്നത് ഒരു ടൈം ടു ടൈം ഗ്യാപ്പിൽ അവർ ഫീഡിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പോകുന്നു. എക്സാമ്പിളാണ് മസ്കിറ്റോ. നെക്സ്റ്റ് വൺ പെർമനൻറ്റ് പാരാസൈറ്റ്. ഇറ്റ് റിമൈൻസ് ഓൺ ദി ഹോസ്റ്റ് ഫോർ ലൈഫ് സൈക്കിൾ. ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് അവർ ഹോസ്റ്റിൽ തന്നെ റിമൈൻഡ് ചെയ്യുന്നു. ട്രിപ്പനോസോംസ് എക്സാമ്പിളാണ്. അടുത്തതാണ് സ്പ്യൂരിയസ് പാരാസൈറ്റ്. ഇവിടെ ഓർഗാനിസംസ് ദാറ്റ് ഹാവ് ബീൻ സ്വാലോവ്ഡ് ബൈ ദി ഹോസ്റ്റ്. അതായത് ഹോസ്റ്റ് എന്ത് ചെയ്തു, ആ ഓർഗാനിസിനെ സ്വാലോ ചെയ്തു. ദെൻ ആ ഓർഗാനിസം പാസ്ഡ് ത്രൂ ദി അലിമെൻ്ററി ട്രാക്ട് വിത്തൗട്ട് കോസിങ് എനി എഫക്റ്റ്. അവരൊരു എഫക്റ്റും ആ ഒരു ഹോസ്റ്റിന് കോസ് ചെയ്യാതെ തന്നെ അലിമെൻ്ററി ട്രാക്റ്റിലൂടെ എന്ത് ചെയ്യുന്നു, പാസ് ചെയ്തു പോകുന്നു. സ്യൂഡോ പാരാസൈറ്റ്. ദേ ആർ നോട്ട് എ ട്രൂ പാരാസൈറ്റ് ബട്ട് മിസ്റ്റേക്കൺ ആസ് എ പാരാസൈറ്റ്. എക്സാമ്പിൾ ത്രെഡ്, സീഡ്, പോളൻ ഓർ എയർ ബബിൾസ്. ഹൈപ്പോ പാരാസൈറ്റ്. ഹൈപ്പോ പാരാസൈറ്റ് എന്ന് പറഞ്ഞാൽ എ പാരാസൈറ്റ് ദാറ്റ് പാരാസിറ്റൈസസ് അനദർ പാരാസൈറ്റ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എ പാരാസൈറ്റ് ദാറ്റ് ലീവ്സ് ഇൻ ഓർ ഓൺ അനദർ പാരാസൈറ്റ്. മറ്റൊരു പാരാസൈറ്റിൽ ലീവ് ചെയ്യുന്ന പാരാസൈറ്റ്. അതിൽ ഓക്കെ ദാറ്റ് എ പാരാസൈറ്റ് ദാറ്റ് ലീവ്സ് ഇൻ ഓർ ഓൺ അനദർ പാരാസൈറ്റ്. അതിനെയാണ് നമ്മൾ ഹൈപ്പർ പാരാസൈറ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ്, ഇപ്പോൾ ടൈപ്സ് ഓഫ് പാരാസൈറ്റ് കഴിഞ്ഞു. അടുത്തതാണ് ടൈപ്സ് ഓഫ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ഹോസ്റ്റ്. ദ ഹോസ്റ്റ് വേർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓഫ് പാരാസൈറ്റ് ഒക്കെ ഇവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പാരാസൈറ്റിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഹോസ്റ്റിനെ നമ്മൾ ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ഹോസ്റ്റ് എന്ന് വിളിക്കുന്നു. അതിന് ഒരു എക്സാമ്പിളാണ് ഹ്യൂമൻ ഇൻ ടീനാലിസിസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ്. ദ ഹോസ്റ്റ് വേർ ദി, അതിൽ ഡെഫിനിറ്റീവ് ഹോസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് അസെക്ഷുവൽ ആയിട്ടുള്ള സൈക്കിൾ ഓഫ് ദി പാരാസൈറ്റ് അല്ലെങ്കിൽ ലാവൽ സ്റ്റേജസ് ഓഫ് ദ പാരാസൈറ്റ് ഹോസ്റ്റിൽ വെച്ച് നടക്കുമ്പോൾ ആ ഹോസ്റ്റിനെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്നാണ് വിളിക്കുന്നത്.
പിഗ്സ് ഇൻ ടീനിയ സോലിയം. അടുത്തതാണ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ്. നമ്മൾ പറഞ്ഞില്ലേ ഹ്യൂമൻ ഇൻ ടീനൈസിസ് പറഞ്ഞല്ലോ. ഈ ഹ്യൂമൻ ഇൻ ടീനൈസിസിൽ ടീനൈസിസ് എന്ന് പറഞ്ഞാൽ ഒരു പാരാസിറ്റിക് ഇൻഫെക്ഷൻ ഇൻ ഇൻറ്റസ്റ്റൈൻ ആണ്, കോസ്ഡ് ബൈ ടീനിയ സജിനാറ്റ. അതൊന്ന് നോട്ട് ചെയ്യണേ. പിന്നെയാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ്, അതായത് അസെക്ഷുവൽ സൈക്കിൾ ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് പാരാസൈറ്റ് അല്ലെങ്കിൽ ലാവൽ സ്റ്റേജസ് ഓഫ് ദ പാരാസൈറ്റ് എന്ത് ചെയ്യുന്നു, ഈ ഹോസ്റ്റിൽ വെച്ച് നടക്കുന്നു. അതുകൊണ്ടാണ് നമ്മളതിനെ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് വിളിച്ചത്, പിഗ്സ് ഇൻ ടീനിയ സോലിയം എന്ന് പറഞ്ഞു. അടുത്തതാണ് സം പാരാസൈറ്റ്സ് റിക്വയർ മോർ ദാൻ വൺ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഹോസ്റ്റ്. അപ്പോൾ നമ്മളതിനെ രണ്ടായിട്ട് റെഫർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്നും സെക്കൻഡ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്നും. അതാണ് മൂന്നാമത്തെ കാര്യം പറയുന്നത്, മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ഇൻ സം കേസസ് ലാവൽ ഡെവലപ്മെൻറ്റ് ഈസ് കംപ്ലീറ്റഡ് ഇൻ 2 ഡിഫറെൻറ്റ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ്. ദേ ആർ ഫസ്റ്റ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ്. അടുത്ത കേസാണ് പാരാറ്റെനിക് ഹോസ്റ്റ്. ഇവിടെ ഈ ഹോസ്റ്റ് എന്ന് പറയുന്നത് സെർവ് ചെയ്യുന്നത് ഒരു ടെമ്പററി റെഫ്യൂജ് അല്ലെങ്കിൽ ഒരു വെഹിക്കിളായിട്ട് ആക്ട് ചെയ്യുന്നു. For the parasite to reach into an obligatory host, usually ഒരു ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റ്, ബട്ട് ഇറ്റ്സ് നോട്ട് നെസസറി ഫോർ ദ കംപ്ലീഷൻ ഓഫ് പാരാസൈറ്റ്സ് ലൈഫ് സൈക്കിൾ. അതായത് ഇവരിവിടെ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു വെഹിക്കിളായിട്ട് ആക്ട് ചെയ്യുന്നു ഫോർ ദ പാരാസൈറ്റ് ടു റീച്ച് ഇൻ ടു ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള ഒരു ഹോസ്റ്റിലോട്ട്. നെക്സ്റ്റ് വൺ ഈസ് റിസർവോയർ ഹോസ്റ്റ്. ഇവിടെ ഹോസ്റ്റ് എന്ന് പറയുന്നത് മേക്ക് ചെയ്യുന്നു പാരാസൈറ്റിനെ അവൈലബിൾ ഫോർ ദ ട്രാൻസ്മിഷൻ ടു അനദർ ഹോസ്റ്റ് ആൻഡ് ഇറ്റ്സ് യൂഷ്വലി നോട്ട് അഫക്റ്റഡ് ബൈ ഇൻഫെക്ഷൻ. അതായത് ഇവർ പാരാസൈറ്റിനെ അവൈലബിൾ ആക്കുന്നു ഫോർ ട്രാൻസ്മിഷൻ ടു മറ്റൊരു ഹോസ്റ്റിലോട്ട് ട്രാൻസ്മിഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് പാരാസൈറ്റിനെ അവൈലബിൾ ആക്കുന്ന ഹോസ്റ്റിനെയാണ് നമ്മൾ റിസർവോയർ ഹോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് പിഗ്സ് ഫോർ ബാലൻറ്റീഡിയം കൊളൈ എന്ന് പറഞ്ഞത്. ആറാമത്തെ പോയിൻ്റാണ് നാച്ചുറൽ ആയിട്ടുള്ള ഹോസ്റ്റ്. ആറാമത്തെ ടൈപ്പ് നാച്ചുറൽ ഹോസ്റ്റ്, ദ ഹോസ്റ്റ് ദാറ്റ് ഈസ് നാച്ചുറലി ഇൻഫെക്റ്റഡ് വിത്ത് പാരസൈറ്റ്. പാരസൈറ്റുമായിട്ട് നാച്ചുറലി ഇൻഫെക്ഷൻ വരുന്ന ഒരു ഹോസ്റ്റാണ് നാച്ചുറൽ ഹോസ്റ്റ്. ഇതിൽ വരുന്നത് കെനൈൻസ് ഇൻ എക്കിനോകോക്കസ് ഗ്രാനുലോസിസ്. ആക്സിഡൻ്റൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഹോസ്റ്റ് ദാറ്റ് ഈസ് ആക്സിഡൻ്റലി ഇൻഫെക്റ്റഡ് വിത്ത് പാരസൈറ്റ്. Human become accidental host of Echinococcus granulosus. Okay. ഇനി ടൈപ്സ് ഓഫ് പാരസൈറ്റ് കഴിഞ്ഞു, ടൈപ്സ് ഓഫ് ഹോസ്റ്റ് കഴിഞ്ഞു. ഇനി ലൈഫ് സൈക്കിൾ, ടൈപ്സ് ഓഫ് ലൈഫ് സൈക്കിൾ. ഡയറക്റ്റ് ലൈഫ് സൈക്കിളിൽ പാരസൈറ്റ് ഡസൻ റിക്വയർ ആൻ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ടു കംപ്ലീറ്റ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. അതായത് ഒരു ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻഡയറക്റ്റ് ലൈഫ് സൈക്കിളിലാണെങ്കിൽ പാരസൈറ്റ് റിക്വയർ ചെയ്യുന്നു ഒരു ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ടു കംപ്ലീറ്റ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. ഇനി പാരസൈറ്റിൻ്റെ ക്ലാസിഫിക്കേഷനിലോട്ട് പോകും. ദ പാരസൈറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു മൾട്ടിസെല്ലുലാർ, യൂണിസെല്ലുലാർ ആൻഡ് ആർത്രോപോഡ്സ്. ദ മൾട്ടിസെല്ലുലാർ ഇസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു പ്ലാറ്റിഹെൽമിൻതീസ്. പ്ലാറ്റിഹെൽമിൻതീസ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് വേംസ് ആണ്. ദ പ്ലാറ്റിഹെൽമിൻതീസിൻ്റെ സബ് ഡിവിഷൻസ് ആണ് ട്രെമറ്റോഡ, അതായത് ഫ്ലൂക്സ്, പിന്നെ സിസ്റ്റോഡ, ടാപ്പ് വേംസ് വരുന്നത്. ഇനി അതുപോലെ രണ്ടാമത്തെ കേസാണ്, രണ്ടാമത്തെ ഡിവിഷനാണ് നെമത്തെൽമിന്തസ്. ദേ ആർ റൗണ്ട് വേംസ്. ഇഫ് ദ ഷേപ്പ് ഈസ് ഫ്ലാറ്റ് ദെൻ ഇറ്റ്സ് ഫ്ലാറ്റ് വേം. ഇഫ് ദ ഷേപ്പ് ഈസ് റൗണ്ട് ദെൻ ഇറ്റ് ഈസ് റൗണ്ട് വേംസ്. ഓക്കെ, ഇനി എളുപ്പം മനസ്സിലാക്കാൻ ഇങ്ങനെ നമുക്ക് കൊടുക്കാം. പാരസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായി ഡിവൈഡ് ചെയ്തു, പ്രോട്ടോസോവ ആൻഡ് ഹെൽമിൻസ്. പ്രോട്ടോസോവയിൽ സാക്കോഡിന, സ്പോറോസോവ, മെസ്റ്റിക്കോഫോറ ആൻഡ് സിലിയാറ്റ. ദെൻ ഹെൽമിൻസിലാണെങ്കിൽ പ്ലാറ്റിഹെൽമിൻതീസ് ആൻഡ് നെമത്തെൽമിന്തസ്, ഫ്ലാറ്റ് വേം, റൗണ്ട് വേം. ദെൻ പാരസൈറ്റ്സ് can be classified into microparasite, macroparasite. Microparasite സ്മാൾ യൂണിസെല്ലുലാർ ലൈക്ക് പ്രോട്ടോസോവ. എക്സാമ്പിൾ വരുന്നതാണ് എൻഡമീബ ഹിസ്റ്റോലൈറ്റിക്ക, ദെൻ ജിയാഡിയ, ലാംലിയ. മാക്രോപാരസൈറ്റിൽ ലാർജ് മൾട്ടിസെല്ലുലാർ ലൈക്ക് ഹെൽമിൻസ്. ദ ഹെൽമിൻസ് ഡിവൈഡഡ് ഇൻ ടു 3 types: nematodes, cestodes ആൻഡ് trematodes. നെമറ്റോഡ്സിൽ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ബോഡി ആയിരിക്കും അവർക്കുള്ളത്.
സെക്ഷുവൽ ആയിട്ടുള്ള മെയിൽ ഉണ്ട്, അവരിൽ ഫീമെയിൽ ഉണ്ട്. അൺസെഗ്മെൻറ്റഡ് ആയിട്ടാണ് അവരെ കാണുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അസ്കരീസ് ലുംബ്രിക്കോയിഡീസ്, വിപ്വേം ആൻഡ് ഹുക്ക് വേം. സിസ്റ്റോഡിലാണെങ്കിൽ അവരിൽ വരുന്നത് ടേപ്പ് ലൈക്ക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, ബൈസെക്ഷുവൽ സെഗ്മെൻറ്റഡ്. ദെൻ ടീനിയ സോലിയം ആൻഡ് ടീനിയ സജ്നാറ്റ. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് ഹൈമനോലെപ്പിസ് നാന. ദെൻ ട്രെമറ്റോഡ്സിൽ ലീഫ് ലൈക്ക് സ്ട്രക്ചർ, ബൈസെക്ഷുവൽ എക്സെപ്റ്റ് ഷിസ്റ്റോസോംസ് ആൻഡ് ദേ ആർ അൺസെഗ്മെൻറ്റഡ്. ഓക്കെ, ദെൻ ഇത്രയും നമ്മൾക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും നമ്മൾ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, ഇതിൻ്റെ പാർട്ട് 2 നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു.